നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു വിവരത്തിലേക്ക് കൂടി ഇപ്പോൾ കടക്കുകയാണ്. പൾസർ സുനിയുടെ ശരീരസ്രവം ആക്രമിക്കപ്പെട്ട നടിയുടെ വസ്ത്രത്തിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു. അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നിർണായകമാണ്? സ്വാമി, ഒരുപക്ഷെ ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ അന്വേഷണ സംഘത്തിന് ഏറ്റവും ആശ്വാസകരമായ ഒരു വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി യാതൊരു തരത്തിലുള്ള ഒരുപക്ഷെ ഈ മെമ്മറി കാർഡോ ഫോട്ടോയോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ പ്രതി പൾസർ സുനി ഭാവനയെ ഉപദ്രവിച്ചിരുന്നു, പീഡിപ്പിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു എവിഡൻസ് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നടിയുടെ വസ്ത്രത്തിൽ നിന്നാണ്, നടി അന്നേ ദിവസം ഉപയോഗിച്ചിരുന്ന വസ്ത്രത്തിന്റെ വലത് ഭാഗത്തു നിന്നാണ് ഈ DNA ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പൾസർ സുനിയുടെ ശരീരസ്രവമാണ് നടിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ചത്. ആദ്യം ഈ വസ്ത്രം ഫോറൻസിക് ലബോറട്ടറിയിൽ പരിശോധിച്ചു. തുടർന്നാണ് ഏറ്റവും നിർണായകമായി തെളിവ് കണ്ടെത്തിയത്. ഈ ലഭിച്ച DNA തന്നെയാണ് കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ച് പൾസർ സുനി അറസ്റ്റിലായതിനു ശേഷം പൾസർ സുനിയുടെ ബ്ലഡ് സാമ്പിളുമായി ഇത് ഇപ്പോൾ മാച്ച് ചെയ്ത് നോക്കുന്ന ജോലിയിലായിരുന്നു ഫോറൻസിക് വിഭാഗം. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം നടിയുടെ വസ്ത്രത്തിൽ പുരണ്ട ശരീരസ്രവവും ഒപ്പം പൾസർ സുനിയുടെ ബ്ലഡും പൾസർ സുനിയുടെ ശരീരത്തിൽ നിന്നെടുത്ത രക്തവും തമ്മിൽ ക്രോസ് മാച്ച് ചെയ്യുന്നു. അതിന്റെ DNA ഒന്നാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഈ കേസിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരമാണ് ഇപ്പോൾ നമുക്ക് പുറത്തുവിടാൻ കഴിയുന്ന ഒരു കാര്യം.